ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡ്രോയിങ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡ്രോയിങ്സ് എങ്ങനെയാണ് ടാലിയിൽ എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്തു. ഇനി ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ ഓൺ യൂസിന് വേണ്ടിയിട്ട്, പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ക്യാഷ് വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ ഗുഡ്സ്, പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സിൽ നിന്ന് കുറച്ച് ഭാഗം പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് പ്രൊപ്രൈറ്റർ വിഡ്രോ ചെയ്യുമ്പോഴാണ് ഡ്രോയിങ്സ് ആവുന്നത്. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഡ്രോയിങ്സ് വരാറുണ്ട്. ഇനി അതെങ്ങനെയാണ് എൻട്രി ചെയ്യുന്നതെന്ന് നോക്കാം. ഡ്രോയിങ്സ് നമ്മൾ എവിടെയായിരിക്കും കാണിക്കുക? ഏത് ഗ്രൂപ്പിലായിരിക്കും കാണിക്കുക? എന്തിൽ നിന്നാണ് ഡ്രോയിങ്സ് കുറയേണ്ടത്? അതായത് ക്യാപിറ്റൽ എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ഡ്രോയിങ്സ് കുറയേണ്ടത്. ക്യാപിറ്റലിൽ നിന്നാണ് നമ്മൾ ക്യാഷ് എടുക്കുന്നത്. പ്രൊപ്രൈറ്റർ പേഴ്സണൽ യൂസിന് വേണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്നാണ് എടുക്കുന്നത്. സോ ക്യാപിറ്റലിൽ നിന്നാണ് ഡ്രോയിങ്സ് കുറയേണ്ടത്. അപ്പം നമുക്ക് ഡ്രോയിങ്സ് എന്തിൽ കാണിക്കാം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാം. അത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ഡെബിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലെസ് ചെയ്തോളും, ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തോളും. ഓക്കെ, ഇനി നമുക്ക് വൗച്ചർ ടൈപ്പ് നോക്കാം. പേയ്മെൻറ്റിലാണ് ഡ്രോയിങ്സ് കാണിക്കുന്നത്. പേയ്മെൻറ്റ് വൗച്ചർ എൻട്രി വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യുക, F5. ഇനി ഡ്രോയിങ്സ് എൻട്രി എങ്ങനെയായിരിക്കും വരുന്നത്? ഇപ്പോൾ ക്യാഷ് ആയിട്ടാണ് വിഡ്രോ ചെയ്യുന്നത് ഫോർ പേഴ്സണൽ യൂസ്. 2000 rupees പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യാണ് പ്രൊപ്രൈറ്റർ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എൻട്രി കാണിക്കുന്നത്? ഡ്രോയിങ്സ് ഡെബിറ്റ് ആയിരിക്കും. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആയിരിക്കും വരുന്നത്. ഡ്രോയിങ്സ് ഡെബിറ്റ് ബാലൻസ് ആണ്. ദെൻ ക്യാഷ് നമ്മുടെ കമ്പനിയിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. സോ ക്രെഡിറ്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Alt+C പ്രസ് ചെയ്യുക. നെയിം ഓഫ് അക്കൗണ്ട് ഡ്രോയിങ്സ്. അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് സെലക്ട് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി എത്രയാണ് എമൗണ്ട് എന്ന് പറയുന്നത്? 2000 rupees പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ കമ്പനി ഓണർ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തത്. എൻട്രി ചെയ്തു. ക്രെഡിറ്റിൽ എന്തായിരിക്കും വരുന്നത്? ക്യാഷാണ് കമ്പനിയിൽ നിന്ന് പോകുന്നത്. ക്യാഷിൽ നിന്ന് അത് കുറയണം. ഓക്കെ, അതുപോലെ ഡ്രോയിങ്സ് എന്തിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം? ക്യാപിറ്റലിൽ നിന്നാണ് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, ദെൻ നരേഷൻ എന്താന്ന് പറയുക, ആക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് ഡ്രോയിങ്സ് ഫസ്റ്റ് എൻട്രി. ഇനി സെക്കൻഡ് എൻട്രി, ഇപ്പം നമ്മൾ കമ്പനിയിലേക്ക് പർച്ചേസ് ചെയ്ത ഗുഡ്സിൽ നിന്ന് ഒരു ഭാഗം കമ്പനിയുടെ ഓണർ വിഡ്രോ ചെയ്യുകയാണ്. അതും ഡ്രോയിങ്സ് ആണ്. അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെയായിരിക്കും വരുന്നത്? ഡ്രോയിങ്സ് ഡെബിറ്റ് തന്നെയാണ്. ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യുക. ദെൻ പർച്ചേസ് ക്രെഡിറ്റ് ചെയ്യുക. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ പർച്ചേസിന് എന്ത് ബാലൻസ് ആയിരിക്കും വരുന്നത്? എങ്ങനെയാണ് ചെയ്തത്? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സിൽ നിന്ന് ഒരു ഭാഗം പ്രൊപ്രൈറ്റർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഡ്രോയിങ്സ് ആണ്. അപ്പോൾ എന്തിൽ നിന്ന് കുറയണം? പർച്ചേസിൽ നിന്ന് ഈ വിഡ്രോ ചെയ്യുന്ന ഗുഡ്സ് കുറയണം. അപ്പം പർച്ചേസിന് നമ്മൾ ഓപ്പോസിറ്റ് ഇതായിരിക്കും കൊടുക്കുക. അതായത് ഡെബിറ്റ് ചെയ്ത പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഡെബിറ്റ് വരുന്നത് ഇവിടെ നമ്മൾ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടത് ജേണൽ ആയിരിക്കണം. ജേണൽ സെലക്ട് ചെയ്തു. ഡെബിറ്റിൽ ഡ്രോയിങ്സ് എൻട്രി ചെയ്തു. ഡ്രോയിങ്സിൻ്റെ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണെന്ന് പറയാം. എത്ര റുപ്പീസിൻ്റെ ഗുഡ്സാണ് വിഡ്രോ ചെയ്തതെന്ന് പറയുക. ഞാനിപ്പം 1000 കൊടുത്തു. ക്രെഡിറ്റിൽ എന്താണ് കൊടുക്കേണ്ടത്? പർച്ചേസസ് കാണിക്കുക. പർച്ചേസസിൽ നിന്നാണ് ഈ വാല്യൂ കുറയേണ്ടത്. സോ പർച്ചേസ് സെലക്ട് ചെയ്തു. ഇനിയിപ്പം ഏതൊക്കെ ഐറ്റം ആണെന്നുള്ളതൊക്കെ അവിടെ സ്പെസിഫൈ ചെയ്താൽ മതി. എൻട്രി ചെയ്യുക.
ഇവിടെ നരേഷനിൽ എന്താണ് നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എഴുതി കൊടുക്കുക. ഗുഡ്സ് പ്രൊപ്രൈറ്റർ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്തു എന്ന് ഇവിടെ എഴുതി കാണിക്കാം. വീണ്ടും എൻട്രി ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഗുഡ്സ് പേഴ്സണൽ യൂസിന് വേണ്ടി ഓണർ വിഡ്രോ ചെയ്തപ്പോൾ നമ്മളത് എങ്ങനെയാണ് എൻട്രി ആയിട്ട് പാസ് ചെയ്തത്? ജേണൽ എൻട്രി ആയിട്ടാണ് പാസ് ചെയ്തത്. ജേണൽ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തു. ഡെബിറ്റ് ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റ് പർച്ചേസസ്. നമ്മൾ കമ്പനിയിലേക്ക് പർച്ചേസ് ചെയ്ത ഗുഡ്സിൽ നിന്നാണ് കുറയേണ്ടത്. സോ പർച്ചേസ് ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി. ഇതിപ്പം ക്യാപിറ്റൽ കാണിച്ചിട്ടുണ്ട്, ലയബിലിറ്റീസ് അസറ്റ്സ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടൻസ്ഡ് ഫോർമാറ്റിലാണ് നിൽക്കുന്നത് ഈ ബാലൻസ് ഷീറ്റ്. ഇനിയിപ്പോൾ ഡീറ്റെയിൽഡ് ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ F12 കോൺഫിഗറേഷൻ എടുക്കുക. കോൺഫിഗറേഷനിൽ ഇവിടെ ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടൻസ്ഡ് ഫോർമാറ്റാണ് കിടക്കുന്നത്. ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്യുക, എൻട്രി ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിൻ്റെ വ്യൂ കിട്ടും. ഇതിപ്പോൾ ഏത് റിപ്പോർട്ടാണെങ്കിലും ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. കണ്ടൻസ്ഡ് ഫോർമാറ്റ് മാറ്റിയിട്ട് ഡീറ്റെയിൽഡ് കൊടുക്കുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് വ്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്, പ്രിൻ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഇത് നോക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം ബാലൻസ് ഷീറ്റ് എടുത്തത്. ക്യാപിറ്റൽ 2 lakh ഉണ്ട്. അതിൽ നിന്ന് ഡ്രോയിങ്സ് എത്ര പോയിട്ടുണ്ട്? 3000 മൈനസ് ചെയ്തിട്ടുണ്ട്, ലെസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് 1,97,000 കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ 3000 എന്ന് പറയുന്നത് 2000 ക്യാഷായിട്ട് പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്തതും 1000 ഗുഡ്സായിട്ട് പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്തതും, ടോട്ടൽ 3000. ഓക്കെ, ഒന്നുകൂടി പറയണോ ഡ്രോയിങ്സ് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നതെന്ന്? ഡ്രോയിങ്സ് ക്യാഷായിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് എൻട്രി ആയിട്ട് കാണിക്കുക. പേയ്മെൻറ്റിൽ ഡ്രോയിങ്സ് ഡെബിറ്റ് ആണ് വരുന്നത്. ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുക. ബിക്കോസ് ക്യാപിറ്റലിൽ നിന്നാണ് നമ്മൾ ഡ്രോയിങ്സ് വിഡ്രോ ചെയ്യുന്നത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്. പ്രൊപ്രൈറ്റർ ക്യാപിറ്റലിൽ നിന്നാണ് ലെസ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പം ഡ്രോയിങ്സ് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുക. ഡ്രോയിങ്സിൻ്റെ ലെഡ്ജർ ഹെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുക. ദെൻ പേയ്മെൻറ്റ് വൗച്ചർ ടൈപ്പിൽ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുക, എമൗണ്ട് കാണിക്കുക. ദെൻ ക്രെഡിറ്റിൽ വരുന്നത് ക്യാഷാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് പോകുന്നത്, ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. സോ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുക. അതാണ് ഡ്രോയിങ്സ് പേഴ്സണൽ യൂസിന് വേണ്ടി ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ കാണിക്കുന്നത്. ഇനി ഗുഡ്സായിട്ടാണ് ഡ്രോയിങ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ, വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കാണിക്കുന്നത് ജേണലിലായിരിക്കും. ജേണൽ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യുക, ഡെബിറ്റ് ഡ്രോയിങ്സ് തന്നെ കാണിക്കുക. ക്രെഡിറ്റ് വരുന്നത് പർച്ചേസസ് ആണ്. അതായത് ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തതിൽ നിന്ന് പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ഓണർ എടുക്കുകയാണ് കുറച്ച് ഭാഗം പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡ്രോയിങ്സ് വരും, ആ പർച്ചേസസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് എന്നാലായിരിക്കും പർച്ചേസസിൽ നിന്ന് ആ എമൗണ്ട് ലെസ് ചെയ്ത് കാണിക്കുകയുള്ളൂ. ഓക്കെ, ഇനി റിപ്പോർട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ വഴി ട്രയൽ ബാലൻസ് ഏത് റിപ്പോർട്ട് വേണമെങ്കിലും നോക്കാവുന്നതാണ്. ബാലൻസ് ഷീറ്റ് വേണമെങ്കിൽ ബാലൻസ് ഷീറ്റ് നോക്കുക. ഓപ്പൺ ഡീറ്റെയിൽഡ് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഫിഗറേഷൻ എടുത്തിട്ട് ഡീറ്റെയിൽഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇനി അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടൻസിന് മാറ്റിയിട്ട് ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെടുത്തത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.